ഈ ഒറ്റക്കണ്ണനായ കള്ളനെ പറ്റി പേടിപ്പിച്ച് പറയാത്തൊരു നബിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തും പ്രശ്നക്കാരൻ ആരാണ്? ദജ്ജാലാണ്. അത് മുസ്തഫ നബിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. ദജ്ജാലിൻ്റെ ടീമുണ്ട് ഇവിടെ. ദജ്ജാൽ എന്നത് ഏത് കാലത്തും, ഞാൻ പറഞ്ഞില്ല, ദജ്ജാലിന് ഞാൻ നമ്മളോട് ഇക്കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിനെ വ്യഭിചരിക്കാതിരിക്കാൻ കഴിയൂല. ദജ്ജാലിന് കൃത്യമായി വ്യഭിചാരി പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസി ഇവിടെ ഉണ്ടാവും. അവർ കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായി നടക്കുന്നുണ്ട്. ആരുമായി? ദജ്ജാൽ വിചാരിച്ച ആളല്ല. ദജ്ജാലിനെ പറ്റി നിങ്ങൾ വിചാരിച്ച ആളേ അല്ല ദജ്ജാൽ. ദജ്ജാൽ ഒരു സൂപ്പർ മനുഷ്യനാണ്. അമീൻ ബനി ആദം അംല ലനൈഫ് അതല്ലാഹു അലം. അയാൾ ആരാണ്? സാത്തനിക് വർഷിപ്പിൻ്റെ ആളാണ്. ആര്? ഇയാൾ ജാക്ക് പാഴ്സൺസ് സാത്തനിക് വർഷിപ്പിൻ്റെ ആളാണ്. അയാൾ പിശാചിനെ ആരാധിക്കുന്ന ആളാണ്. പിശാചിനെ ആരാധിക്കുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ച്? റോക്കറ്റ് ഫ്യൂൽ കണ്ടുപിടിച്ച്. റോക്കറ്റ് ഫ്യൂൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നെറ്റ് ഉണ്ടായത്. ഇന്നീ കാണുന്ന സൗകര്യം ഇതാ ഇതല്ല. ഈ കാണുന്ന മൊബൈൽ, നിങ്ങൾ മൊബൈൽ, ഈ മൊബൈലിൻ്റെ കാരണക്കാരനാരാ? ജാക്ക് പാഴ്സൺസ്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ പ്രശ്നങ്ങളെ സാധുക്കളായ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിലവിൽ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ തലകുത്തി നിൽക്കുക. ഇനിയും അടിമേൽ മറിയും. വലിയ പ്രശ്നങ്ങൾ, ദുരന്തങ്ങളുണ്ടാവും. ഈ ദുരന്തം അവസാനിക്കാൻ സാധ്യത കുറവാണ്. ഒരു സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലും പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്. അലി ഖംനായി ആത്മീയ നേതാവാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ നേതാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക, പ്രവാചക തുല്യം എന്ന് പറഞ്ഞാൽ ഏറുവെന്നെങ്കിലേ ഉള്ളൂ. അതിനടുത്താണ് ആത്മീയതാവ്, വലിയതാണ്. അള്ളാഹു പ്രയാസങ്ങളെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? നമ്മൾ സമാധാനത്തിന് ആഗ്രഹിക്കണം, സമാധാനത്തിന് ദുആ ചെയ്യണം. എല്ലാവരും സമാധാനത്തെ ആഗ്രഹിക്കുകയും സമാധാനത്തിന് ദുആ ചെയ്യും വേണം. എല്ലാവരും അത് ആഗ്രഹിക്കണം, സമാധാനത്തിന് ആഗ്രഹിക്കണം, സമാധാനത്തിന് ദുആ ചെയ്യണം. കാരണം സമാധാനം എന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഭയങ്കരമാണ്. സമാധാനം ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ദീന് ഈ നീതിക്ക് ഇത്ര വില കൽപ്പിച്ച്? എത്ര സ്ഥലത്താണ് പറഞ്ഞത്? എത്ര സ്ഥലത്താണ് പറഞ്ഞത്? എല്ലായിടത്തും അള്ളാഹിൻ്റെ ഇസ്മ ഫായിലാണെങ്കിൽ നീതിൻ്റെ അടുത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മ മസ്ദറ. റഹ്മാൻ ഇസ്മ ഫായില, റഹീം ഇസ്മ ഫായില, ഒക്കെ ഇസ്മ ഫായില. അതേ സമയത്ത് നീതിൻ്റെ അടുത്തെത്തിയപ്പോൾ അള്ളാഹിൻ്റെ പേര് നീതിമാനല്ല, നീതിയ അൽ അദിൽ. അള്ളാഹിൻ്റെ ഇസ്മ അദില, അള്ളാഹു ആദിലാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അള്ളാഹ് ബാക്കിയുള്ളവർക്കൊക്കെ അസീസ്, ഇസ്സത്തിൻ്റെ ഇസ്മ ഫായില. മനസ്സിലാണ്ട് പറഞ്ഞത്? ഖഹാർ സുഫൈല, ജബ്ബാർ സുഫൈല, മുബാലഗത്തിന്റെ സുഫൈല, അതൊക്കെ. അതേ സമയത്ത് നീതിൻ്റെ അവിടെ എത്തിയപ്പോൾ ക്രിയാദാദുവ, കർത്തൃനാമല്ല, പിന്നെന്താ? ക്രിയാദാദുവ അൽ അദിൽ. അല്ലാഹു തആല നീതിയാണ്. കാരണം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത സാധനം നീതിയാണ്. ദീൻ വന്ന നീതിക്കാണ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ. വേദഗ്രന്ഥവും ത്രാസും ഇറക്കി. എന്തിനാണ് വേദഗ്രന്ഥവും ത്രാസും ഇറക്കിയത്? വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. ജനങ്ങൾ നീതിയോട് വർത്തിക്കാനാണ്. വഅൻസൽനൽ ഹദീദ്, പിന്നെ നാം ഇരുമ്പിറക്കി. എന്തിന്? എപ്പോൾ നീതിയില്ലെങ്കിൽ നീതി ഉണ്ടാക്കണം. വഅൻസൽനൽ ഹദീദ് ഫീഹി ബഅ്സുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. ഫീഹി ബഅ്സുൻ ശദീദ്, അതിൽ ശക്തമായ ശിക്ഷയുണ്ട്. എന്തിൽ? ഇരുമ്പിൽ. ഫീഹി ബഅ്സുൻ ശദീദ്, അതികഠിനമായ ശിക്ഷക്ക് കഴിയും. എന്തിന്? ഇരുമ്പിന്. വമനാഫിഉ ലിന്നാസ്, ചില ഉപകാരങ്ങളുണ്ട്. എന്താ ഉപകാരം? വെണ്ടക്ക മുറിക്കുക, അത് രണ്ടാവശ്യമാണ്. വമനാഫിഉ ലിന്നാസ്. ബഅ്സുൻ ശദീദ്, നീതിയില്ലെങ്കിൽ വാളാണ് പൊന്തിച്ച നീതിയുണ്ടോ? തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ആയത്തിൻ്റെ ശൈലികൾ നോക്കി. ജനോപകാരങ്ങളുണ്ട് എന്തിൽ? ഹദീദിൽ. പക്ഷെ 2ാം നമ്പറായിട്ട് പറഞ്ഞോളൂ. ഫീഹി ബഅ്സുൻ ശദീദ്, കഠിനമായ ശിക്ഷക്ക് എന്തിന് കഴിയും? ഹദീദിന് കഴിയും. വമനാഫിഉ ലിന്നാസ്, ചില ഉപകാരങ്ങൾക്കും കഴിയും. ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട് ഇരുമ്പിൽ. എന്ത് പറയാ? വെണ്ടക്ക മുറിക്ക. പലതുണ്ട്. വാർപ്പിന് കമ്പി കട്ട,
വാർപ്പിന് കമ്പിയും കെട്ടുക, പാലത്തിന് കെട്ടുക, അതൊക്കെ തന്നെ. ഇരുമ്പ് വിമാനം ഉണ്ടാക്കുക. വിമാനത്തിന് അടിയൊക്കെ ഇരുമ്പായിരിക്കും, അടിഭാഗം ഇരുമ്പായിരിക്കും, അതിൻ്റെ അടിപ്പലക ഇരുമ്പായിരിക്കും. കാരണം ഏറ്റവും ശക്തമായ ലോഹമാണ് എന്ത്? ഇരുമ്പ്. വിമാനം ഉണ്ടാക്കുക, കാറുണ്ടാക്കുക, പിന്നെ പാലം കെട്ടുക, ഉണ്ടാക്കുക, പിന്നെ വാർപ്പിൻ്റെ വീടുണ്ടാക്കുക, പിന്നെ മത്തം തോലൊലിക്കുക, മാങ്ങ ചെത്ത, മനാഫിനാസ്. പക്ഷെ അതല്ല അടിസ്ഥാന ആവശ്യം. എന്താണ്? ശരീരം തല കളയും. എന്തില്ലെങ്കിൽ, നീതിയില്ലെങ്കിൽ തല കളയും. അപ്പോൾ വേറൊരു നീതികൾ ഓർമ്മ വരും. തല പോന്ന് പിടിച്ചിട്ട് ഇവിടെ നടപ്പിലാവേണ്ടത് എന്താണ്? ഇവിടെ ബാർപ്പിന് പലകിടല വേണ്ടത്. ഇവിടെ എന്താ വേണ്ടത്? നീതിയാണ്. ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്? നീതിക്ക്. തൗറാത്ത് ഇറങ്ങിയ എന്തിനാ? നീതിക്ക്. സബൂർ ഇറങ്ങിയ എന്തിനാ? നീതിക്ക്. ഇഞ്ചിൽ ഇറങ്ങിയ എന്തിനാ? നീതിക്ക്. അമ്പ്യാക്കൾ വന്ന എന്തിനാ? നീതിക്ക്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. അത് സാരാംശം, ദ എസൻസ് ഓഫ് ദി ബുക്ക്. ബുക്കിന്റെ എസൻസ് ആണ് എന്ത്? അല്ലാതെ ഏതെങ്കിലും നബി തുലാസം കൊണ്ടുവന്നിനോ? ഇവരെന്താ പയതെടുക്കണം? ഏതെങ്കിലും നബി തുലാസം കൊണ്ട് നടന്നീനോ? തുലാസം കൊണ്ട് നടക്കലാരെയും കായി? പയ അൽമണിയുണ്ടോ? പയ ചെമ്പട്ടിയുണ്ടോ? പയതെടുക്കാണ്ടോ? ആക്രിക്കടക്കൊല്ലം കൊടുക്കാണ്ടോ? ഇവരാണല്ലോ എന്ത് കൊണ്ടുവരിക? തുലാസം കൊണ്ടുവരിക. മുർസലിങ്ങളെ ഞാൻ പറഞ്ഞയച്ചു, അവരോട് കൂടെ ഞാൻ എന്തിറക്കി? വേദഗ്രന്ഥവും ത്രാസും ഇറക്കിയെന്ന്. ഏത് നബി ആ ത്രാസും കൊണ്ടുവന്ന്? ഒരു നബിയും ത്രാസും കൊണ്ടുവന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? എസെൻസ് ഓഫ് ഹിസ് ബുക്ക്. ഈ നബി കൊണ്ടുവന്ന വേദഗ്രന്ഥത്തിന്റെ സാരാംശം നീതിയാണ്. ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്. ജനങ്ങൾ നീതിയിൽ നിലകൊള്ളണം. ഇനി നീതിയിൽ നിലകൊള്ളൂലെങ്കിലോ വഅൻസൽനൽ ഹദീദ്. അപ്പൊ ഞാൻ ഇരുമ്പിറക്കിയിട്ടുണ്ട്, തലവെട്ടിക്കോളി. എന്നാലും എന്ത് നഷ്ടപ്പെടാൻ പാടില്ല? ലോകത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരൊറ്റ സാധനം എന്താണ്? നീതിയാണ്. നീതി പോയ കഴിഞ്ഞ് ജനങ്ങൾക്ക് ഒരിക്കലും പിന്നെ സമാധാനം ജീവിക്കാൻ കഴിയില്ല. നീതി നഷ്ടപ്പെടുത്തി ഇതിന് ദുരന്തം ഉണ്ടാവും. അത് ഭയങ്കര ദുരന്തമായിരിക്കും. അള്ളാഹുത്തല നമ്മളെ കാത്തിരക്ഷിക്കണം. വളരെ വേദനാജനകമായ പ്രഭാതം എനിക്കിന്ന്. അതെന്തർത്ഥം വെച്ചാൽ എനിക്കൊന്നും വിഷയമുള്ള കാര്യമല്ല. ഞാനിതാ എന്താണെങ്കിലും എന്തും, കാരണം അതിൽ വലിയ, അതായത് ഒരു മക്കത്തെ ഇമാമിനെ കൊല്ലും പോലെയുമല്ല. മക്കത്തെ ഇമാമിനെ മുസ്ലിങ്ങൾക്ക് മാറ്റിച്ച് വേറെ ഇമാമിനെ നിർത്താം. അതായത് ഒരാളെ ആത്മീയ നേതാവായി വാഴിച്ചാൽ അയാൾ മരിക്കുന്നത് വരെ അയാൾ തന്നെയായിരിക്കും. അത് ഷിയാക്കളുടെ നിയമം അങ്ങനെയാണ്. ഷിയാക്കൾക്ക് നിയമങ്ങളൊക്കെ ഒന്നുമല്ല, അവർക്ക് വലിയതാര ആത്മീയത. അത് പ്രശ്നം തന്നെയാണ്. പിന്നെ അയാൾക്കെതിരില്ലേന്ന്, അത് ആർക്കെതിരില്ലാത്തൊരു നാട്ടിൽ ആർക്കും ഉണ്ടാവില്ല. മുസ്ലിമായി പറഞ്ഞ് നടന്ന കുറച്ച് ആളുകൾ മുസ്തഫ നബിക്കെതിരായിട്ടില്ലേ? അവിടെ ഉണ്ടാവില്ല പാർട്ടികളൊക്കെ. അവിടെ ആഭ്യന്തര കലാപം നിങ്ങൾ പുറത്തുനിന്ന് വായിക്കരുത്. അതൊക്കെ റോയിറ്റർ ഉണ്ടാക്കുന്ന പ്രൊപ്പഗണ്ടകളുണ്ടാവും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പത്രങ്ങളൊക്കെ എന്താണ്? കളവാണ്. കളവല്ലാത്തൊരു പത്രം ഈ ഭൂമിയിൽ ഇന്നവരെ ഇറങ്ങിയിട്ടില്ല. പത്രം മുഴുവൻ കളവാണ്. പത്രം കളവയാകും. നേര് പത്രത്തിൽ ഒരൊറ്റ പേജാണ് നേര്. എന്ത്? ചരമകോളം. നേര് പത്രത്തിൽ ഒരൊറ്റ പേജാണ് നേര്. അത് ഏത് പത്രമാണെങ്കിലും, ബഹുമാനപ്പെട്ട മനോരമയായാലും, മനോരമ കുറ്റം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും നഷ്ടമില്ലല്ലോ. ബഹുമാനപ്പെട്ട നമ്മൾ ആത്മീയ പത്രമായ മനോരമയായാൽ പോലും അതിൽ ആകെ സത്യം എന്തേ ഉള്ളൂ? ചരമകോളം. മറ്റ് വാർത്തകളോ? ഏത് പത്രത്തിനും വാർത്ത കൊടുക്കുന്നത് റോയിറ്ററാണ്. റോയിറ്റർ എന്നുള്ളത് ആരാ? റോയിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സയനിസ്റ്റ് ഏജൻസി. ജൂതന്മാർ നോക്കിയിട്ട് ഒപ്പിടാത്തൊരു ഒരു വാർത്ത ലോകത്തേക്ക് പുറത്ത് വരുന്നല്ല. പിന്നത്തെ പത്രത്തിന് അർത്ഥം എന്താ? നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് പറഞ്ഞ പത്രം ഇറക്കിക്കോളി. വാർത്ത എവിടെ നിന്ന് വരണം? റോയിറ്റർ കൊടുക്കണം. ജൂത ഏജൻസിയാണ്. അന്തംഗമ്യാളെ ഈ ദുനിയാവിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്ന് ഈമാൻ കിട്ടി മരിക്കുകയാണെങ്കിൽ അത് ഇഷ്ടമാണ്. കാരണം നിങ്ങളെപ്പോലത്തെ ആളുകളാണല്ലോ മുന്നു കുത്തിരിക്കുന്നത്. ഡോക്ടർ താഹ ഹുസൈനോട് ഒരിക്കലും പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണ് കാഴ്ചയില്ലാത്തിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്ത് വിഷമം തോന്നിയിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ കൈ ഒടിച്ചുകൊണ്ട് ഇരുത്തയ്യ. അവരൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഞാൻ ബെഞ്ചിലിരിക്കും. കാരണം എനിക്ക് കണ്ണില്ല.
താഹുസൈൻ പിന്നീട് ഈജിപ്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ട്. വലിയ സാഹിത്യകാരനാണ്. അപ്പോൾ നിങ്ങൾ പത്രക്കാർ ചോദിക്കുകയാണ്, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്ത് ഇൻ്റർവ്യൂവിന് വന്ന പത്രക്കാർ ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ കുരുടനായതിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്ത് ഞാൻ സ്കൂൾ പഠിച്ച കാലത്തൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആശ്വാസം തോന്നുന്നത്, കാരണം പത്രക്കാരനായ എന്നെ പോലത്തെ പോലെ മുഖം കാണണ്ടല്ലോ. കാരണം നിങ്ങൾക്ക് പിത്തനുണ്ടാക്കില്ലാത്തൊരു പണിയില്ല. ഇപ്പം എനിക്ക് സന്തോഷം. അപ്പം എനിക്ക് ഏതായാലും എൻ്റെ മുഖത്ത് പോക്കണ്ടല്ലോ. കാരണം ഇജ എങ്ങനെ നിൽക്കുക കാണണ്ട, എൻ്റെ മുഖത്ത് പോകണ്ട. കാരണം ഇജാരാണ് പിത്തനുണ്ടാക്കാൻ പണി പത്രപ്രവർത്തനല്ലേ, പിത്തനുണ്ടാക്കില്ലാത്ത എന്ന്. ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ ഒരു ദുരന്താണ്. ഈ ഓരോ യുവാവും സാത്താൻ്റെ നവലോകക്രമം എന്ന എൻ്റെ പുസ്തകം വായിക്കണം. അത് വായിച്ചിരിക്കണം. അത് ഈ വിഷയത്തിൽ എനിക്കറിയുന്നതിൻ്റെ 10% വിവരം മാത്രവുമാണ്. അതും പറഞ്ഞുതരാം. അതിൻ്റെ ബാക്കി അവിടെ എഴുതിച്ചിട്ടുണ്ട്, പുറത്തിറക്കാൻ പറ്റൂല. ഈ ലോകം നിയന്ത്രിക്കുന്നത് ദജ്ജാലാണ് ലഅനത്തുല്ലാഹി അലൈഹി. എന്ന് മുതൽ എന്നും മാമിൻ നബിയിൻ ഇല്ലാഹു വഅൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ ഒറ്റക്കണ്ണനായ കള്ളനെ പറ്റി പേടിപ്പിച്ച് പറയാത്തൊരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തും പ്രശ്നക്കാരൻ ആരാണ്? ദജ്ജാലാണ്. അത് മുസ്തഫ നബിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. ദജ്ജാലിൻ്റെ ടീമുണ്ട് ഇവിടെ. ദജ്ജാൽ എന്നത് ഏത് കാലത്തും, ഞാൻ പറഞ്ഞില്ല, ദജ്ജാലിന് ഞാൻ നിങ്ങളോട് ഇക്കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിന് വ്യഭിചരിക്കാതിരിക്കാൻ കഴിയൂല. ദജ്ജാലിന് കൃത്യമായി വ്യഭിചാരി പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസി ഇവിടെ ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായി നടക്കുന്നുണ്ട്. ആരുമായി? ദജ്ജാൽ നിങ്ങൾ വിചാരിച്ച ആളല്ല. ദജ്ജാലിനെ പറ്റി നിങ്ങൾ വിചാരിച്ച ആളേ അല്ല ദജ്ജാൽ. ദജ്ജാൽ ഒരു സൂപ്പർ മനുഷ്യനാണ്. അമീൻ ബനി ആദം അം ലാ നഅരിഫ്. അതല്ലാഹു അഅലം. ബനു ആദമാണോ അല്ലാഹു അഅലം. അറിയൂല, അതറിയൂല. കാരണം ബനു ആദമല്ലാത്ത ഇരുകാലിയും ഉണ്ട്, അങ്ങനെയുമുണ്ട്. കണ്ണ് തുറക്കാത്തോണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്ത്. നിങ്ങൾ അതിനും നബ്ചീത്തറിഞ്ഞു. എല്ലാ മനുഷ്യരും ആദമിൻ്റെ മക്കളല്ല എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യരായി ഇന്ന് കാണുന്നതിൽ മൊത്തം ആദമിൻ്റെ മക്കളല്ല. അല്ല, ഞാൻ പറഞ്ഞത് ലോകത്ത് മൊത്തം മനുഷ്യരുടെ രക്തഗ്രൂപ്പ് 2ആണ്. ഹോമോ സാപ്പിയൻസും ഹോമോ എറക്ടസും 2ആണ്. ഒരു വാപ്പാൻ്റെ മക്കൾക്ക് അങ്ങനെ വരിക? ഈ ജിൻസും ആ ജിൻസും പൂർണ്ണമായും എതിരാണ് രണ്ടും. അപ്പോൾ കൊക്കേഷ്യൻസ്, ഏഷ്യക്കാർക്ക് നന്മയാണ് ആഗ്രഹം. അവർ ഏത് മതക്കാരാണെങ്കിൽ നന്മയാണ് ആഗ്രഹം. കൊക്കേഷ്യൻസ് നന്മ ആഗ്രഹമില്ല. കൊക്കേഷ്യൻസിന് നന്മ ആഗ്രഹം തന്നെയില്ല, തിന്മ മാത്രമാണ് ഒരാഗ്രഹം. അവർ ഹോമോ സാപ്പിയൻസ് അല്ല, അവർ ഹോമോ എറക്ടസാണ്. ഈ രക്തഗ്രൂപ്പ് 2ആണ്. ലോകത്ത് 2 രക്തഗ്രൂപ്പാണ്. ഒന്ന് ഹോമോ സാപ്പിയൻസും ഒന്ന് ഹോമോ എറക്ടസും. ആദം നബി വഴി വന്നത് മുഴുവൻ ഹോമോ സാപ്പിയൻസാണ്. അപ്പോൾ ഇരുകാലികൾ മൊത്തം ആരാകണമെന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആകണമെന്നില്ല എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തെ നിങ്ങളെല്ലാവരും എൻ്റെ മേൽ ചാടി. അതൊരു ഗവേഷണമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം റോക്കറ്റ് ഫ്യൂവലിൻ്റെ പിതാവാരാ? ജാക്ക് പാഴ്സൺസ്. ദി ഫാദർ ഓഫ് എന്താ പറയുക, റോക്കറ്റ് ഫ്യൂവലിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ? ജാക്ക് പാഴ്സൺസ്. ജാക്ക് പാഴ്സൺസിൻ്റെ ഭാര്യ എത്രയോ വട്ടം ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനുഷ്യ സ്ത്രീയല്ല. അയാളുടെ ഭാര്യ വേറെ ആളെ കൂടെ പോയി. അപ്പോൾ അയാൾ ആരാണ്? സാത്താനിക് വർഷിപ്പിൻ്റെ ആളാണ്. ആര്? ജാക്ക് പാഴ്സൺസ് സാത്താനിക് വർഷിപ്പിൻ്റെ ആളാണ്. അയാൾ പിശാചിനെ ആരാധിക്കുന്ന ആളാണ്. എന്ത് കണ്ടുപിടിച്ച്? റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നെറ്റ് ഉണ്ടായത്. ഇന്നീ കാണുന്ന സൗകര്യം ഇതല്ല. ഇപ്പോൾ ഈ കാണുന്ന മൊബൈൽ, ഈ മൊബൈലിൻ്റെ കാരണക്കാരനാരാ? ജാക്ക് പാഴ്സൺസ്. കാരണം അതുണ്ടായത് എന്തുകൊണ്ടാണ്? സ്പേസ് സ്റ്റേഷൻ ഉണ്ടായതുകൊണ്ടാണ്. സ്പേസ് സ്റ്റേഷൻ വർക്ക് ചെയ്യില്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യൂല? മൊബൈൽ, കമ്പ്യൂട്ടർ, നെറ്റും വർക്ക് ചെയ്യേയില്ല. ഇത് കണ്ടുപിടിച്ച ആളാരാ? ജാക്ക് പാഴ്സൺസ്. ആര്? സാത്താനിക് വർഷിപ്പിൻ്റെ ആള്. ആരാധിച്ചത് ആരാണ്? ആരാണ്? പിശാചിനെ. നമുക്ക് അന്തല്ല. ഇപ്പം എല്ലാ പള്ളി കമ്മിറ്റി നടത്തുന്ന ഒരു സാധനം മോണ്ടിസോറി. ആരാ മോണ്ടിസോറി? പിശാചിനെ ആരാധിച്ച ആളാ. ഒരു പെണ്ണാ. ആ പെണ്ണ് കണ്ടുപിടിച്ചതാണ് ഈ കരിക്കുലം. ഇതിപ്പോൾ പള്ളി കമ്മിറ്റിയുടെ നടത്താം. അത് മോണ്ടിസോറി എഴുതി വെക്കാൻ വരെ മടിയില്ല.
നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പഠനക്കളരിയാണ് എന്ത്? ആരാ മോണ്ടിസോറി? അതൊന്ന് പഠിച്ചു നോക്കി. ആരാ മോണ്ടിസോറി? മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയാണ്. ഈ സ്ത്രീ എന്തിനാരാധിച്ച സ്ത്രീയാ? പിശാചിനെ. അപ്പൊ ഇന്നൊന്നും വേഷമൊന്നുമല്ല എന്നോ വേഷ. പള്ളിന്റെ ചുമരുമ മോണ്ടിസറി എഴുതിയേക്കാൻ ഒരു മടിയില്ല. ഇനിയിപ്പോ ഇത് പറയുന്നോട് കൂടെ പള്ളി കമ്മിറ്റിയൊക്കെ എനിക്ക് എതിരാവും. കാരണം ഒരു നടത്തുന്നുണ്ടാവും. ഞാൻ ഇത് ചിന്തിക്കി. സാത്തനിക് വർഷിപ്പിന്റെ ആളുകളാണ് ഇവരൊക്കെ. ജാക്ക് പാഴ്സന്റെ ഭാര്യ വേറൊരാളെ കൂടെ പോയി. പിന്നെ അയാൾക്ക് ഭാര്യയില്ല. അപ്പോൾ അയാൾ പിശാചിനെ കൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്ക് എന്നെ മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ലാത്ത ഒരു ഭാര്യയെ വേണം. ഒരു വൈകുന്നേരം ജാക്ക് പാഴ്സന്റെ ഓഫീസിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു. അവർ തമ്മിൽ സംസാരിച്ചു. പിന്നെ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കളപ്പോൾ ജീവിച്ചു. ഈ സ്ത്രീ പലപ്പോഴും ചാനലുകളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരല്ല, ഞാൻ മനുഷ്യ സ്ത്രീയല്ല. എന്താ അങ്ങനെ വരുന്നത്? പലരും 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 ഇപ്പൊ ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ചർച്ച ഉണ്ടല്ലോ. പൂർണ്ണ മനുഷ്യനല്ല അയാള്. അലക്സാണ്ടർ പൂർണ്ണ മനുഷ്യനല്ലല്ലോ. അലക്സാണ്ടർ പൗതിയ മനുഷ്യൻ. അമ്മ മനുഷ്യനാണ്, അച്ഛൻ മനുഷ്യനല്ല. അലക്സാണ്ടർ ചരിത്രമാണ്. അലക്സാണ്ടർ മരണം വരെ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ സ്യൂസ് ആണ്. ഏതാണ് ഈ സ്യൂസ്? യൂറോപ്പിലെ ഏറ്റവും വലിയ ആരാധനാമൂർത്തിയാണ് ആര്? സ്യൂസ്. നിങ്ങൾ ഇതൊക്കെ പഠിക്കണം, ചിന്തിക്കണം. വെള്ളക്കാണെങ്കിൽ പോലും മൊബൈൽ തന്നെ നിയന്ത്രിക്കണം. മൊബൈലിൽ പരിചിൻ്റെ പ്രതി കയറണ്ട. ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യത കയറിക്കൊള്ളി. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? സാത്താനിക് വർഷിപ്പാണ്. അപ്പൊ ഇതുണ്ടാക്കാൻ ഇത് ഉദാഹരണം. അപ്പോൾ ഒരു കാലത്ത് നമുക്ക് ഏറ്റവും ചെലവുള്ള സാധനമാണ് ഫോൺ, കമ്മ്യൂണിക്കേഷൻസ്. ഇന്ന് തീരെ ചെലവില്ലാത്തത് എന്ത്? എന്തുകൊണ്ട്? ഇതിന്റെ പിന്നിൽ ആരാ? ദജ്ജാൽ. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് ഏറ്റവും ചെലവുള്ള പണിയാണ് എന്ത്? ഫോണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാലത്ത് ഇല്ലന്റ് വാങ്ങി എഴുതുക. ഇല്ലന്റിന് പൈസ അല്ലെങ്കിലോ കത്തെഴുതൂല, കാർഡ് എഴുതി വിടും. നിങ്ങൾക്ക് ഓർമ്മയുള്ള സംഭവം? ആ മഞ്ഞ കാർഡ് എഴുതി വിടും. അതായത് 25 വയസ്സാണ് ഇല്ലന്റിന്. 10 വയസ്സ് കൊടുത്താൽ എന്ത് കിട്ടും? 5 വയസ്സോ 10 വയസ്സോ കാർഡ് കിട്ടും. കാർഡിൽ എഴുതി വിടും. അത് കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധം പരസ്പരം നിലനിർത്തണ്ടേ? കാർഡിലൊക്കെ ചെറിയ ഇത് എല്ലാവരും വായിക്കുമല്ലോ. മനസ്സിലായില്ല? അത് കൊണ്ടുപോകണം. മൊത്തം വായിക്കണ്ടേ? തമാശക്ക് വേണ്ടി ആരും വായിക്കും, ഇയാളും വായിക്കും. ആര്? പോസ്റ്റ്മാനും വായിച്ച് അങ്ങനെ പോകുക. കാരണം അതിന് ഒന്നുമില്ല, രഹസ്യമായ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ 4-5 കിലോമീറ്റർ ദൂരം ഉണ്ട് ഒരു ഈ കാർഡ് കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ ഈ 5 കിലോമീറ്റർ നടക്കുകയാണ് ആര്? പോസ്റ്റ്മാൻ. അപ്പോൾ ഇയാൾ ഒരു തോട്ടുമക്കത്തു കൂടെ പോന്നപ്പോൾ അറിയാതെ ഇയാളത് നോക്കിപ്പോയി. എന്ത്? എനിക്കിവിടെ സുഖം തന്നെ, നിങ്ങൾക്കും അവിടെ സുഖമാണെന്ന് കരുതുന്ന ശേഷം മുഖതാവിൽ. ഇതാണ് കത്തിലുള്ളത്. അപ്പോൾ മൂപ്പരിങ്ങനെ ആലോചിച്ച്, ഇവർക്ക് ഇവിടെയും സുഖം, മറ്റൊരു അവിടെയും സുഖം, ഞാനായിട്ട് പടഞ്ഞാറാണ്. കാർഡ് ചീന്തിത്തോട്ട് കിട്ടുന്നതാണ് ഒരു ഫലിത. ഒരു കാലത്ത് കമ്മ്യൂണിക്കേഷൻസിന് ഭയങ്കര ചെലവാണ്. ഇപ്പൊ തീരെ ചെലവില്ലാത്തതാണ്. എന്ത്? ഒരു പൈസ ചെലവ്, വളരെ ചുരുങ്ങിയ ചെലവ്. നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ ഒരു ദിവസം കളിക്കുന്ന കളി എത്ര? അതിനൊക്കെ കമ്മ്യൂണിക്കേഷൻസ്. ഈ കമ്മ്യൂണിക്കേഷൻസിന് നിങ്ങൾ പൈസ കിട്ടുകയാണെങ്കിൽ എത്ര കോടി ഉറുപ്പ്യ ഉണ്ടാവും ഒരു കൊല്ലത്ത് കൊടുക്കാൻ? ഇന്ന് ഏറ്റവും കാരണം കമ്മ്യൂണിക്കേഷൻസ് നടന്നാൽ എന്ത് നടക്കുള്ളൂ? വ്യഭിചാരം നടക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ ശത്രുത അധികരിക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻസ് അധികരിച്ചാൽ മാത്രമേ ഫിത്ന അധികരിക്കുള്ളൂ. വലിയൊരു ബാക്കിയാത്ത സ്വാലി എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ എന്നോട് പല 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 വട്ടം പറഞ്ഞു. നമുക്ക് പറയും എന്ത്? കത്ത് ആർക്കെങ്കിലും കൂടുതൽ കത്ത് വന്നാൽ പറയും എന്ത്? ഞങ്ങൾ വെല്ലൂരി പഠിക്കുന്ന കാലത്ത് കത്ത് കിട്ടിയാൽ, കത്ത് പഴയെന്ന് വന്നാൽ അത് ഓഫീസിൽ പൂട്ടിവെക്കും. കത്ത് തരില്ല. എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ എന്നോട് പറയാം, ഞങ്ങൾ വെല്ലൂരി പഠിക്കുന്ന കാലത്ത് അവിടെ കത്ത് വന്നാൽ ഓഫീസിൽ അവിടെ പൂട്ടിവെക്കും, തരൂല. പിന്നെ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒഴിവ് കാലത്ത്, ഉദാഹരണം ഷാബാൻ മാസത്തിലൊക്കെ ദിവസം നിർത്തി പോരുമ്പോൾ ഒരാൾക്ക് 5ഉം 8ഉം കത്ത് അവിടെ കൊടുക്കും. പിന്നെ ഒരു പള്ളിൻ്റെ ചെരുവിൽ ഒരു മൂലയിൽ കുത്തിരുന്ന അത് ഇങ്ങനെ വായിക്കും. അപ്പോൾ അതിൽ ഉമ്മ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ കാര്യം പിന്നെ കാര്യമുണ്ട്, കാര്യമല്ല. 6 മാസം മുമ്പ് മരിച്ചത്. പിന്നെ എല്ലാവരും കൂടി മയ്യത്ത് നിസ്കരിക്കും.
എന്തുകൊണ്ട് കത്ത് കൊടുത്തില്ല? പറ, എന്താ കത്ത് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കത്ത് കൊടുക്കാൻ? ഇത് പറയും. എന്തുകൊണ്ടാണ് ഈ ദർസിൽ ഓതുന്ന മുത്താലിമിന് എന്തുകൊണ്ടാണ് ആ കോളേജ് പറ്റി കത്ത് കൊടുക്കത്ത്? ഈ കമ്മ്യൂണിക്കേഷൻസ് വഴി അതിൻ്റെ മനസ്സ് ചീത്തയാവും, മനസ്സിൽ വേറെ വലിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവരുടെ അറ്റ്മോസ്ഫിയറിൽ അവരുടെ ഘടന തെറ്റും. ഉമ്മ മരിച്ചാൽ ഒരു കുഴപ്പമില്ല, ഈ കുട്ടി അള്ളാനെ ദീൻ പഠിക്കാണ്, ഈ കുട്ടി ഓതി പഠിക്കുന്ന നേരത്തെ അവിടെ ഉമ്മ മരിച്ചാൽ ആ അമ്മ നരകത്തിൽ കിടക്കൂലല്ലോ. കാരണം ഉമ്മാന്റെ കുട്ടി എന്ത് പഠിക്കാണ്? അള്ളാനെ ദീൻ പഠിക്കാണ്. ഒരു ബിസിനസ് പഠിച്ചാൽ പോലും താജുൽ കറാമ എന്ന കിരീടം അള്ളാഹു തആല വെച്ചു കൊടുക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. അവ ചുരുക്കത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അതായത് ഈ കമ്മ്യൂണിക്കേഷൻസ് അധികരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇന്നിപ്പോൾ ഒരാളും തമ്മിൽ ഒരു അകലമല്ല. അമേരിക്കയിലെ ആളുകൾ തമ്മിൽ എന്തകലാണ്? പഴയകാലത്ത് അമേരിക്കയിൽ കത്ത് പോകുന്നില്ല, ഗൾഫിൽ തന്നെ കത്ത് പോലെ പഴയ ബോക്സാണ്, പോസ്റ്റ് ബോക്സ് നമ്പർ ഇല്ലേ, അങ്ങനെയല്ലേ ആദ്യകാലത്ത് ചെയ്താൽ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മാൻ ഇട്ടിട്ട് ഇവർ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ പോയി തപ്പിയെടുക്കണം. പി ഒ ബോക്സ് നമ്പർ ഒക്കെ കാണാനില്ലേ, ചെയ്തത്. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇന്ന് ഇവിടെ അങ്ങനെ എത്തിപ്പോലെ മനസ്സിലാണ് പറഞ്ഞത് തന്നെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻസ് അധികരിച്ചപ്പോൾ ചീത്ത അധികരിച്ചു. ഇതിന്റെ പിതാവാണ് ആര്? ഇതിൽ ഏറ്റവും അവസാനത്തെ നെറ്റ് ഈ സംവിധാനത്തിന്റെ പിതാവ് പിശാചിനെ ആരാധിച്ചിരുന്ന ജാക്ക് പേഴ്സൺസ് ആണ്. ആയുസ് മുഴുവൻ പിശാചിനെ ആരാധിച്ചു. 100% അതാണ് അവരുടെ ലക്ഷ്യം. അതായത് ഈ കമ്മ്യൂണിക്കേഷൻസിന് ബേസ്മെന്റ് ആരായിരിക്കും? ഈ കമ്മ്യൂണിക്കേഷൻസിന് എന്താവും? അള്ളാഹുവിന്റെ ഹബീബിനെ ദിവസം അഭിമുഖീകരിക്കുന്നവർ ഇവിടെ ഉണ്ട്, ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ട്. നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വേറെയാണ്, ഞാനതുണ്ട് എന്നേ പറയുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിവസം കണ്ട് സംസാരിക്കുന്നവർ ഈ ഭൂമിയിലുണ്ടാവും. കാരണം അവസാനത്തെ കാലത്ത് വരെ മബ്ഊസ്, ആഖിർ യൗം വരെ മബ്ഊസ് ആരാണ്? ഹബീബ നബിയാണ്. അപ്പോൾ അവർ മനസ്സിലാവേണ്ട പറഞ്ഞത്, അവർ എത്ര ഇമാമിങ്ങൾ തർക്കങ്ങൾ ചോദിച്ചു തീർത്തിട്ടുണ്ട്. ഒരു ഹദീസിൽ തർക്കം വന്നപ്പോൾ ഇമാമ് സ്വപ്നം കണ്ടു. ഞാൻ റസൂലുള്ളാഹിന്റെ സ്വപ്നത്തിൽ വരുമ്പോൾ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ ഹദീസ് ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ തർക്കം തീർന്നും ചെയ്തു. ഈ ആൾ പിന്നീട് വന്ന് പറഞ്ഞു, ഇത് സത്യസന്ധനായ ആ ജനതയിൽ അംഗീകരിക്കപ്പെടും. സ്വപ്നം ഒരു ഹുജ്ജത്തല്ല, പക്ഷെ അത് ബാപ്പ നേര് പറയുകയെ നോണ പറയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ബാപ്പാന്റെ വാക്ക് ആ കുടുംബത്തിന് ഹുജ്ജത്തല്ലേ? മനസ്സിലായില്ല? സ്വപ്നം ഒരു ഹുജ്ജത്തല്ല, അത് ഹുക്കുമത് കണ്ടുപിടിക്കാൻ ഹുജ്ജത്തല്ല. പക്ഷെ അതേ സമയത്ത് കളവ് പറയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം. ഇപ്പം അമുസ്ലിമായ രാജാവ് കണ്ട സ്വപ്നല്ലേ സൂറത്ത് യൂസുഫിൽ ചർച്ച ചെയ്യുന്നത്? അല്ലെ? അങ്ങനെയല്ലേ? അമുസ്ലിമായ രാജാവ് കണ്ട സ്വപ്നം പിന്നീട് അയാൾ മുസ്ലിം ആയിട്ടുണ്ട്. അടിസ്ഥാനം ഈ സ്വപ്നം കാണുമ്പോൾ അയാൾ ആരല്ല? പറയാ മുസ്ലിം അല്ലല്ലോ. അത് ഖുർആൻ എത്ര ഗൗരവമായിട്ട് ചർച്ച ചെയ്ത്. അത് പറയാൻ വേണ്ടി അള്ളാഹു തആല ഒരു നബിയെ നിയോഗിച്ചു, എന്തോ ഇല്ലേ? അപ്പൊ സ്വപ്നം അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ അതെന്താണ്? അത് അതൊരു ഹുജ്ജത്ത് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനാമ മാത്രമല്ല, യഖ്ലത്തിൽ മുസ്തഫ നബിയെ കണ്ടു ചോദിക്കുന്നവരുണ്ട് ഈ ലോകത്ത് ഇന്ന്. അപ്പൊ ഒരു കാര്യത്തിന്റെ അവസാനം ആരോട് പറയും? സുൽത്താനോട് പറയും. മുത്തുനബിയെ കണ്ണടച്ച് ഇരിക്കുന്ന, ഇപ്പൊ ഞങ്ങളോട് ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഈ കൊല്ലം തന്നെ പറഞ്ഞല്ലോ. കണ്ണടച്ച ദിവസം സുൽത്താൻ സ്വപ്നം കാണുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, മലബാറിലുണ്ട്. ഒരു സയ്യിദത്താണ്. ആ സയ്യിദത്ത് എന്നോട് പറഞ്ഞു, ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ നബിയെ ദുഃഖിതനായിട്ടല്ലാതെ കണ്ടിട്ടില്ല. ഉമ്മത്തിൻ്റെ വഴിവിട്ട പോക്ക് സുൽത്താൻ ദുഃഖിപ്പിച്ചതാവും. ഈ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയും. ആ സ്ത്രീയെ അറിയിക്കൽ അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അറിയിക്കാത്തതാണ്. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ ഉണ്ട് ഇവിടെ. ആ സ്ത്രീ ഹബീബ് റസൂലുള്ളാഹിനെ കണ്ണടച്ച സ്വപ്നമാണ്. ഈ അടുത്ത കാലത്ത് ഈ സ്ത്രീ എന്നോട് പലവട്ടം പറഞ്ഞു, ഞാൻ പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാണുമ്പോഴൊക്കെ റസൂൽ ദുഃഖിതനാണ്. എന്തുകൊണ്ട്? അത്രയും വഴിവിട്ട പോക്ക് പോകുകയാണ് ആര്? ഉമ്മത്ത്. റസൂൽ ദുഃഖിതനാണ്. അപ്പോൾ പറയാൻ അങ്ങനത്തെ ആളുകളോട് പറയുന്നുണ്ടാവും. യഖ്ലത്തിന് തന്നെ ഹബീബ റസൂലുള്ളാഹി വെളുപ്പും കറുപ്പും തമ്മിൽ, ഇരുട്ടും വെളിച്ചവും തമ്മിൽ, നൂറും ദുൽമത്തും തമ്മിലുള്ള ഒരു സ്ട്രഗിളാണ്, സമരമാണ് ദീന്.
അതാണ് ലൈഫ്. അത് രണ്ടാൾ ഒരേ സമയത്ത് അള്ള പുറത്തേക്ക് ഇറക്കിയതും നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. എന്താണ് ഉറങ്ങുന്നത് മനസ്സിലായില്ല. ഒരു സ്ട്രഗിളാണ്. വാട്ട് ഈസ് ദ ദീൻ? ദീൻ എന്നൊരു സ്ട്രഗിളാണ്. ബിറ്റ്വീൻ ദ വൈറ്റ്നസ് ആൻഡ് ഡാർക്ക്നെസ്, വെളിച്ചത്തിൻ്റെ ഇരുട്ടിൻ്റെ ഇടയിലുള്ള സ്ട്രഗിളാണ് എന്ത്? അതാണ് ദീൻ. അതാണ് ദീൻ. അതാ പഠിക്കേണ്ടത്. അതാണ് ദീൻ. ലൈറ്റ് ആൻഡ് ബിറ്റ്വീൻ ദ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. മനസ്സിലായില്ല? ഇരുട്ടിൻ്റെ വെളിച്ചത്തിൻ്റെ ഇടയിലുള്ള സ്ട്രഗിളാണ് എന്ത്? ദീൻ. അങ്ങനെ ബിറ്റ്വീൻ ദ ടീം ഓഫ് ആദം, ടീം ഓഫ് ഇബ്ലീസ്. അതാണ് ഒരാൾ രണ്ടാ കൂട്ടരി ഇങ്ങോട്ട് ഇറക്കാണ്, താഴത്തേക്ക് ഇറക്കാണ്. ആരെയും ഇബ്ലീസിന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരേ സമയത്ത് താഴത്തേക്ക് ഇറക്കാണ്. അപ്പൊ ഇരുട്ടും വെളിച്ചവും ഭൂമിയിൽ എത്തുന്നത് ഒരേ ദിവസം ഒരേ സമയമാണ്. ആദം അലൈഹി സ്വലാം ഇന്ത്യയിലെത്തി, ഹവ്വ റളിയല്ലാഹു അൻഹാ ജദ്ദയിലെത്തി, ഇബ്ലീസോ അഖബയിലെത്തി. ആ അഖബ ഇന്ന് ഇസ്രായേലിനായില്ല. മനസ്സിലായില്ല? അഖബ ഇസ്രായേലിനായില്ല. അപ്പൊ ഐലാത്ത് മനസ്സിലായില്ല? ഐലാത്ത് കേട്ടിട്ടില്ല? ഐലാത്ത് അവിടെയാണ് 70,000 മനുഷ്യന്മാർ ഒരൊറ്റ ദിവസത്തിൽ കൊരങ്ങായത്. കുനു ഖിറദത്തൻ ഖാസിൻ. ഐലാത്തിലാണ് ഈ സംഭവം. ഈ ഐലാത്ത് നാരായിലാണ്? ഇസ്രായേലിനായില്ല. ഞാൻ ഐലാത്ത് കണ്ടിട്ടുണ്ട്, പലവട്ടം കണ്ടിട്ടുണ്ട്. ഐലാത്ത് ഇസ്രായേലിനായില്ല. നല്ലോണം ചിന്തിക്കണം. അപ്പൊ ഒരേ ഇറങ്ങാണ് 3 വിഭാഗം. ഇരുട്ടും വെളിച്ചോണ്ട് ഇറങ്ങി. വിളിച്ചാണ് സയ്യിദന ആദം, ഇരുട്ടാണ് മൽഊനായ ഇബ്ലീസ്. ഇവർക്ക് രണ്ടും ടീമുണ്ടാണ്ട്. ആദമിന് ബനു ആദം, ഇബ്ലീസിന് ഹിസ്ബു ശൈത്താന്. ഈ ടീം തമ്മിലുള്ള സ്ട്രഗിൾ ഇലാ യൗമിൽ ഖിയാമത്ത് തുടരും. ഖിയാമത്ത് നാൾ വരെ ആ സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിൾ നമ്മൾ ഏത് പക്ഷത്തിന്? ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അള്ളാഹിന്റെ പാർട്ടിയാണ് ഖുർആൻ പറയുന്നില്ലേ? മനസ്സിലായില്ല? ഖുർആൻ ഉലൈക ഹിസ്ബു ശൈത്താൻ. അപ്പൊ 2 ഹിസ്ബുണ്ടല്ലോ. ഹിസ്ബ് എന്നാൽ പാർട്ടി.